ഹായ്, ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കാറ്റഗറി സബ് കാറ്റഗറി, ഇവിടെ കാറ്റഗറി അതിൻ്റെ സബ് കാറ്റഗറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഞാൻ ആദ്യം തന്നെ ഒരു കാറ്റഗറി ആഡ് ചെയ്യാൻ പോകുന്നത്. കാറ്റഗറി ആഡ് ചെയ്യാനായിട്ട് പ്രോഡക്ട്സിൽ പോവുക. സൈഡിൽ പ്രോഡക്ട്സിൽ കാറ്റഗറി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ പുതിയൊരു കാറ്റഗറി ആഡ് ചെയ്യാൻ പോവാണ്. അതിനെങ്ങനെ ഒരു സബ് കാറ്റഗറി ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഓരോരോ കാറ്റഗറീസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കാറ്റഗറിയുടെ നേരെ അതിൻ്റെ ഫോട്ടോ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് കൊടുക്കാം. അതിൽ എത്ര പ്രോഡക്റ്റ്സ് ആണ് ഇപ്പോൾ ആ ലിസ്റ്റിലുള്ളതെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു കാറ്റഗറി ഉണ്ടാക്കാൻ പോകുന്നത് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ സ്ലഗ് എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് നമുക്ക് എന്താണോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പേരാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കാറ്റഗറിയുടെ ഒരു സാധനമുണ്ട്, പേരൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ഇപ്പം നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന സാധനം വേറെ ഏതെങ്കിലും, ഇപ്പോൾ കിഡ്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു സബ് കാറ്റഗറി ആണെങ്കിൽ പേരൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ, കിഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം, സാരിയുടെ താഴെ കുറച്ച് സ്പേസ് മാറിയിട്ടാണ് ബ്രൈഡൽ സാരി ഉള്ളത്. അതിൻ്റെ സബ് കാറ്റഗറിയാണ്. ഇനി ബ്രൈഡൽ കാറ്റഗറി എന്നുള്ളതിൻ്റെ സബ് കാറ്റഗറി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് കിഡ്സ് എന്നുള്ളതിൻ്റെ സബ് കാറ്റഗറി ആക്കുകയാണ്. ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഇമേജ് അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇതിനകത്ത് ഞാനിപ്പോൾ ഒരു ചുമ്മാ സിമ്പിളൊരു ഇമേജാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം ആഡ് ന്യൂ പ്രോഡക്റ്റ് കാറ്റഗറി കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ക്രിയേറ്റ് ആയി. അതിന് മുമ്പ് കണ്ടോ ഒരു ഹൈഫൺ കണ്ടോ? അതിൻ്റെ അർത്ഥം അത് സബ് കാറ്റഗറി ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ നിലവിലുള്ള ബ്രൈഡൽ സാരിയുടെ മുമ്പിലും ഒരു ലൈൻ വന്നിട്ടുണ്ട്. അത് സബ് കാറ്റഗറി ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നമ്മുടെ ഓപ്ഷനിൽ പോയിട്ടൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. എന്തായാലും ഇവിടെ കിഡ്സിൻ്റെ നേരെ പ്ലസ് വന്നിട്ടുണ്ട്. ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി കാണിക്കുന്നുണ്ട്. ഈ കാറ്റഗറിയുടെ ഉള്ളിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രോഡക്ട്സ് ഡിസ്പ്ലേ ആകും. ഇതിപ്പോൾ നിലവിൽ ഇതിനകത്ത് പ്രോഡക്ട്സ് ഒന്നുമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ.